നമുക്കിന്ന് സർവീസിനായിട്ട് എത്തിക്കുന്നൊരു സാംസങ് സിംഗിൾ ഡോർ ഫ്രിഡ്ജാണ്. ഇത് കസ്റ്റമർ കംപ്ലൈൻറ്റ് പറഞ്ഞത് കരിഞ്ഞ സ്മെല്ല് വരുന്നുണ്ട്, അതുപോലെ തന്നെ കൂളിംഗ് ആകുന്നില്ല. അപ്പോൾ തന്നെ അവർ ഓഫ് ചെയ്തെന്ന് പറഞ്ഞു. നമ്മൾ നോക്കിയപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇപ്പോൾ ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതും പണിയുന്നതല്ല, അതുകൊണ്ടാണ് അത്ര പെർഫെക്റ്റ് ആവാത്തത്. ഇപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഈ പുറകിലെ മെയിൻ സ്കോഡ് വരുന്നിടത്ത് വെള്ളം എന്താ വീണ് അത് കരിഞ്ഞ് സ്മെല്ല് വന്ന് ഡിസ്കണക്റ്റ് ആയിപ്പോയാണ്. നമ്മളവിടെ ബോഡിയുടെ അവിടെ കുറച്ച് ഇൻറ്റേർണലി ഉള്ള വയറായതുകൊണ്ട് കുറച്ച് ചുരണ്ടി എടുത്ത് വയറെടുത്ത് കണക്ഷൻ കൊടുത്തു. അപ്പോൾ ഇപ്പം കണ്ടിന്യൂറ്റി എല്ലാം ആവുന്നുണ്ട്. നമ്മളൊന്ന് ജസ്റ്റ് ഓൺ ചെയ്തു. അപ്പോൾ ഈ ഭാഗം കരിഞ്ഞത് അതിൻ്റെ ഈ ക്ലിപ്പായിരുന്നു അവിടെ ഇരുന്ന്. നമ്മൾ ക്ലിപ്പ് ഒഴിവാക്കിയിട്ടുണ്ട്. ആ കണക്ടർ ഒഴിവാക്കിയിട്ട് നമ്മൾ ഡയറക്റ്റ് സോൾഡർ ചെയ്ത് വയറ് കൊടുത്തേക്കുമായിരുന്നു. അപ്പോൾ ഇച്ചിരി സമയമെടുത്ത വർക്കായിരുന്നു. ഈ ബോഡിക്കകത്തോട്ട് പോകുന്ന വയറിങ് ആയതുകൊണ്ട് നമുക്കത് എടുക്കാൻ തന്നെ പാടാണ്. അപ്പം അത് നമ്മൾ വെറുതെ പിരിച്ചു വെച്ചാലും വർക്ക് ചെയ്യും, പക്ഷെ അങ്ങനെ വെക്കാൻ പാടില്ല. അത് പ്രോപ്പറായിട്ട് സോൾഡർ ചെയ്ത് തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ വീണ്ടും ഇതുപോലെ തന്നെ കരിഞ്ഞ സ്മെല്ലും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ആ വയർ ഡിസ്കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജ് ഓൺ ആകത്തില്ല. ചിലപ്പം ഫ്രിഡ്ജിന് തീ വരെ പിടിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു ഇത്. അപ്പോൾ കണ്ടില്ല, സ്പോഞ്ച് പോലെ ഫോം, ബോഡിക്കകത്ത് മൊത്തം ഫോം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നത് പെട്ടെന്ന് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത് അവർ അപ്പോൾ തന്നെ ഓഫ് ചെയ്തു, അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രിഡ്ജിന് മൊത്തം തീ പിടിച്ചേനെ. നമ്മളെല്ലാം പ്രോപ്പറായിട്ട് സോൾഡറിങ് എല്ലാം ചെയ്തു. അപ്പോൾ ഇനിയിപ്പം നമുക്കൊന്ന് റിലേ എല്ലാം കൊടുത്ത് നോക്കാം. നമ്മൾ ഓൺ ചെയ്തു, കംപ്രസർ ഓടാൻ തുടങ്ങി. ഇപ്പോൾ കാണാൻ ലൈറ്റ് കത്തിയേക്കുന്നത് ഫ്രിഡ്ജ് ഓണായിട്ടുണ്ട്. ഇനിയിപ്പം എല്ലാം അടച്ചു സെറ്റ് ചെയ്ത് അവിടെ ഒരു ക്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ലൈറ്റെല്ലാം കത്തി ഫ്രിഡ്ജ് കൂളിംഗ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ തെർമോസെറ്റ് ഫുള്ളിലിട്ടേക്കുമായിരുന്നു, ഇപ്പോൾ നോർമലായിട്ട് ആക്കി വിടുവാണ്. ഫ്രിഡ്ജ് നല്ല കൂളിംഗ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോയ്ക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.